ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPUPയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നതാണ്. ഒരു മോക്ക് ടെസ്റ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഉത്തരം എഴുതുക, കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻ്റായിട്ട് ചെയ്യുക. ഒന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല വായിച്ചെടുക്കാനായാലും. ഓക്കെ, അതിൻ്റെ അവർ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പലരുടെയും പ്രശ്നം ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത് എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം. ചിലപ്പോൾ വായിക്കുമ്പോൾ ശരിയായ പ്രസ്താവന ഏത് എന്ന് വായിച്ചാൽ അവിടെ മാർക്ക് പോവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അറിയുന്ന കാര്യമായിരിക്കും തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ്, സമയം പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? പഞ്ചവത്സര പദ്ധതി നമ്മുടെ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ചോദ്യം വരാലോ. കാരണം പ്രധാനമന്ത്രിമാർ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി ചോദിക്കാം. ഓക്കെ അല്ലേ? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായിട്ട് സ്വീകരിച്ചത്? 1, 2, 5, 4. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള അവകാശമുള്ളത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ, അതായത് OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലുമാണ്. ഓക്കെ, നാണയപ്പെരുപ്പം അതായത് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ അതായത് CRR കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. CRR കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതിൽ 2 പുതിയ വേർഡ് എന്ന് തോന്നുന്ന, വായിച്ചെത്താത്തവർക്ക് പുതിയ വേർഡാണെന്ന് തോന്നുന്ന, എന്നാൽ എളുപ്പമുള്ള മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാം, ഈ രീതിയിൽ തന്നെ ചോദ്യം വരാം. അപ്പോൾ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള അവകാശം. ഇന്ത്യയുടെ വിദേശ നാണയ സൂക്ഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് അവരാണ്, RBI ആണ്. OMO എന്ന് പറയുന്നത് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലുമാണ്. നാണയപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI CRR കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2, 4 മാത്രം, 2, 3, 4 മാത്രം, 2, 3 മാത്രം, 1, 4 മാത്രം. കിട്ടിയോ? യെസ്, ശരിയാണ് ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. പുലയർ എന്ന കവിത എഴുതി. 1, 2 മാത്രം, 2, 3 മാത്രം, 1, 3 മാത്രം, 1 മാത്രം. നാലാമത്തെ ചോദ്യം, 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? എളുപ്പമുള്ള ചോദ്യം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വത്തവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മതപരമായ അവകാശം. അഞ്ചാമത്തെ ചോദ്യം, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഏത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പാരാസൈറ്റ് ആണോ? യെസ്, എലിപ്പനി. ഇമ്പോർട്ടൻ്റ് ആണ്. രോഗങ്ങളും രോഗകാരികളും നമ്മുടെ പരീക്ഷയ്ക്ക് എലിപ്പനി ആവർത്തിച്ച് ചോദിക്കും PSC പരീക്ഷയിൽ. ആറാമത്തെ ചോദ്യം, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ചാൾസ് നിയമം താപനില കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ബോയിൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ചാൾസ് നിയമം താപനില കുറയുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് എത്തുമ്പോൾ എന്താകുന്നു? വലുതായി വലുതായി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട്
ഉള്ള നിയമം ഏതാണ്? ബോയിൽ നിയമമാണോ ചാൾസ് നിയമമാണോ എന്നുള്ളതാണ്. അതിൻ്റെ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം, ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ന്യൂട്രോൺ ആണോ, ഇലക്ട്രോൺ ആണോ, പ്രോട്ടോൺ ആണോ, അതുമല്ലെങ്കിൽ മീസോണുകളാണോ? എട്ടാമത്തെ ചോദ്യം, 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഹിമാലയത്തിലെ ഡിവിഷനുകൾ, നദികൾ. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസാം ഹിമാലയം. സത്ലജ് ടു കാളി, ഇൻഡസ് ടു സത്ലജ്, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, കാളി ടു ടീസ്റ്റ. നദി അടിസ്ഥാനമാക്കിയിട്ടുള്ള വേർതിരിവ്, അതാണ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 9ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ, സിക്കിം, ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്. എളുപ്പമുള്ള ചോദ്യമാണ്, വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ പേപ്പറിലൊക്കെ. 10ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ഇതിൽ പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി, യെസ്. അപ്പോൾ 10 ചോദ്യങ്ങൾ, നമ്മൾ ആൻസേഴ്സ് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം നോക്കുക. യെസ്, 1ാമത്തെ ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാൻ. രൂപ ഓക്കെ, നാണയങ്ങളാണോ? അല്ല, അപ്പോൾ ഇത് തെറ്റാണ്. ഇന്ത്യയുടെ വിദേശ നാണയ സൂക്ഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അത് ശരിയാണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക തന്നെയാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. നാണയപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാ. കൂട്ടുകയാണ് വേണ്ടത്, കൂട്ടുകയാണ് വേണ്ടത്. കുറയ്ക്കുന്നത് തെറ്റും, കൂട്ടുന്നതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രം എന്ന് പറയുന്നത് ഇതാ, സി ആണ്. ഓക്കെ, തെറ്റായതാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇവിടെ ശരിയാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 4ഉം വരും. അപ്പോൾ ഓപ്ഷൻ ഡി വരും. ശ്രദ്ധിക്കണേ. 3ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ 1ഉം 3ഉം മാത്രമാണ് ശരി. 1ഉം 3ഉം മാത്രമാണ് ശരി. 4ാമത്തെ ചോദ്യം, 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട മൗലികാവകാശം സ്വത്തവകാശമാണ്. 5ാമത്തെ ചോദ്യം, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഏത് തരമാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ രോഗമാണ്. 6ാമത്തെ ചോദ്യം, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയിൽ നിയമമാണ്. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. 7ാമത്തെ ചോദ്യം, ഒരു മൂലകം എന്തെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള പ്രോട്ടോൺ ആണ്. 8ാമത്തെ ചോദ്യം, പഞ്ചാബ് ഹിമാലയം നദികളുടെ വിഭജനമാണ്. പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ്, സിന്ധു ടു സത്ലജ് ആണ്, ഇൻഡസ് ടു സത്ലജ് ആണ്. കിട്ടിയോ? ഇനി കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് ടു കാളിയാണ്. സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്റ്റ. അസാം ഹിമാലയം ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഇമ്പോർട്ടൻ്റ് ആണ്. A2, B1, C4, D3. അപ്പോൾ A2 ഏതൊക്കെയുണ്ട് നോക്കുക. A2 3 ഉണ്ട്. B1 ഏതൊക്കെയുണ്ട് നോക്കുക. 2 ഉള്ളൂ. അപ്പോൾ D വെട്ടിക്കളയാ, C വെട്ടിക്കളയാ. ഇനി ഇതിൽ മാത്രം നോക്കിയാൽ മതി. C4 1. ഇത് അപ്പോൾ വെട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 9ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ അത് എവിടെയാണ്? അടൽ ടണൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. 10ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഒക്ടോബർ 2
1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ശരിയാണ്. 1915 ജനുവരി 1 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി. ശരിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അല്ല, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അല്ലെ, ഗോഖലെയാണ്. അപ്പോൾ 1, 2 മാത്രമാണ്. 1, 2 മാത്രം ശരി. അത് വരുന്നത് നോക്കണം. 1, 2 മാത്രം ശരിയാണ്. കിട്ടിയില്ലേ? ഇവിടെ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 10 ചോദ്യങ്ങൾ നോക്കി ഏതൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്, ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 15-ാം തീയതി ആരംഭിച്ച ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.